മക്കളെ വാ തേങ്ങാച്ചോറ് ഉണ്ടാക്കാം. അപ്പോൾ ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. സ്പൈസസ് ഒക്കെ ഇട്ട് പൊട്ടിച്ച് കഴിയുമ്പോൾ ഞാനിവിടെ 1 കിലോ അരിയാണ് എടുക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള 2 പാലും വെള്ളവും കൂടി മിക്സ് ചെയ്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് തിളച്ച് വരുമ്പോൾ അരി ഇടുക, ഉപ്പിടുക, ആവശ്യത്തിന് നല്ലോണം കൂട്ടി ഇളക്കി 3/4 വേവാകുമ്പോൾ മാറ്റി വെച്ചിരിക്കുന്ന തമ്പാൽ 1 കപ്പ് ഒഴിക്കുക, പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്ത് വലിച്ചിരി ഇട്ടതിന് തേങ്ങാച്ചോറ് റെഡിയായി. പുഴുക്കലരിയിലും ഇത് ഉണ്ടാക്കാം കേട്ടോ. പുഴുക്കലരി ആകുമ്പോൾ വെള്ളം കുറച്ച് കൂടുതൽ ഒഴിക്കണമെന്നുള്ളൂ. 2 അരിയിലിട്ടാലും ടേസ്റ്റാണ്. അതെ, ഇനി അതിൻ്റെ കോമ്പിനേഷനായിട്ട് ചെയ്യണത് ബീഫ് ഫ്രൈ റോസ്റ്റാണ്. അപ്പോൾ അതേ വേവിച്ച് വെച്ച ബീഫൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി അതിൽ ആ എണ്ണയിൽ തന്നെ സവാള ഇട്ടിട്ടൊന്ന് നല്ലോണം മൂപ്പിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ചതച്ചത്, ഒരു 10-15 നല്ല ചെറിയ ഉള്ളി ചതച്ചതൊക്കെ ഇട്ട് വഴറ്റി മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ആ ഇറച്ചി വേവിച്ച വെള്ളവും ബീഫും കൂടി ഇട്ടിട്ട് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒന്ന് വറ്റി വരുമ്പോൾ കുരുമുളക് പൊടി ഇട്ടിട്ട് കൂട്ടി ഇളക്കി മല്ലിച്ചിട്ടിട്ടതിന് കറിയും റെഡി. മക്കളെ സൂപ്പറാണ്, അടിപൊളി ടേസ്റ്റാണ്. ദേ എൻ്റെ തേങ്ങാച്ചോറും ഫ്രൈ ചെയ്ത ബീഫ് റോസ്റ്റ് കറിയും റെഡി, പിന്നെ സാലഡും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. സൂപ്പർ.